പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നേടാം എന്നുള്ളതാണ്. അതെ, മനുഷ്യൻ്റെ എക്കാലത്തെയും സ്വപ്നം അത് തന്നെയാണല്ലേ. മനുഷ്യൻ മാത്രമാണ് ഇത്രത്തോളം ചിന്താഗതിയുള്ളത്. അതുകൊണ്ട് തന്നെ അവന് ആഗ്രഹങ്ങളുണ്ട് ജീവിതത്തിൽ പലതിനെപ്പറ്റി. ഒരുപക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ ഒഴിവാകുക എന്നുള്ളത് ഒരു ആഗ്രഹമാണ്. ഇനി അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുക എന്നുള്ള ആഗ്രഹമാണ്. സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉറപ്പുവരുത്തുക എന്നുള്ളതും നല്ലൊരു തൊഴിൽ നേടുക എന്നുള്ളതും അങ്ങനെ എല്ലാ വിധത്തിലും ഒരു ആഗ്രഹങ്ങളിലൂടെയാണ് എന്തും നമ്മൾ നേടുന്നത്. ആഗ്രഹം എന്ന് പറയുന്നത് ഒരു നേട്ടത്തിൻ്റെ ആദ്യത്തെ ബീജമാണ്, വിത്താണ്. അപ്പം ഇങ്ങനെ പല വിത്തുകളും നമ്മളിലൂടെ കടന്നു പോകുന്നു, ചിന്തകൾ, ആഗ്രഹങ്ങൾ, പക്ഷെ നടപ്പിലാകുന്നില്ല. തീർച്ചയായിട്ടും നടപ്പിലാക്കാൻ കഴിവുള്ളൊരു സിദ്ധിയും യുക്തിയും ബുദ്ധിയും നിങ്ങളിലുണ്ട്, ഓരോ മനുഷ്യനിലും ഉണ്ട് എന്നുള്ളതാണ്. ഈ വിജയം എന്ന് പറയുന്നത്, ആഗ്രഹം നേടാനുള്ള കഴിവെന്ന് പറയുന്നത് ആരുടെയും ഒരു കുത്തകയല്ല. അത് മനുഷ്യനായി പിറവിയെടുത്ത സാമാന്യ ബുദ്ധി എല്ലാവർക്കും തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന നേടാൻ സാധിക്കും. അതിനൊരു പക്ഷേ ശാരീരികമായ വൈകല്യം പോലും അതിനൊരു തടസ്സമല്ല എന്നുള്ളതാണ്. കാരണം ആ ഉഗ്രശക്തിയുള്ള നിങ്ങളുടെ ചിന്താശക്തി, മനസ്സ്, ആഗ്രഹം അത് തീവ്രമാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഇതിനുള്ള ചില വിദ്യകൾ നമ്മൾ തന്നെ അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ്. ഇതറിയാത്തതാണ് പലരുടെയും പ്രശ്നം. പലരും ജീവിതത്തിൻ്റെ ആ പോക്കിൽ സ്വാഭാവികമായിട്ടും ജനിതകമായി കിട്ടിയിട്ടുള്ള ഈ കഴിവുകൊണ്ട് വിജയിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് കുറച്ച് പേർ മാത്രം ആഗ്രഹിക്കുന്നതൊക്കെ നേടുന്നതും ചിലർ എത്ര ആഗ്രഹിച്ചിട്ട് നേടാതെ വരുന്നതും. ഇതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ അറിയുന്നത്. തീർച്ചയായിട്ടും വളരെ എഫക്റ്റീവും പ്രയോജനമുള്ളതായതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പാക്കാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും. അതിലേക്ക് നമുക്ക് പോകാം. അപ്പം നമ്മുടെ ആഗ്രഹങ്ങളെ നടപ്പിലാകണമെങ്കിൽ ഇന്ന് ഈ ലോകത്ത് കാണുന്ന സർവ്വ അത്ഭുതങ്ങളും നോക്കി മനുഷ്യൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളല്ലേ അത് കൃത്യമായ രീതിയിൽ വർക്കൗട്ട് ചെയ്തപ്പോൾ ഫലവത്തായി. അല്ലാതെ വേറെ കുറുക്കുവഴി ഒന്നുമില്ല. നമ്മൾ ചിന്തിച്ചുകൊണ്ട് മാത്രം വരില്ല, പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യുകയും വേണം. ഒരു കൃഷി ഇറക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ നിലത്തിൽ കുറേയൊക്കെ ഫലഭൂയിഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, ആ പ്രദേശത്ത് അല്ലെങ്കിലോ ആ ഭൂമിയിലല്ലെങ്കിലോ അത് ഫലഭൂയിഷ്ടമാക്കണം. അവിടെയുള്ള കളകളെല്ലാം പറിച്ച് കളയണം. എന്നിട്ട് നല്ല വിത്ത് തിരഞ്ഞെടുക്കണം. ആ നല്ല വിത്ത് തിരഞ്ഞെടുത്തത് അത് എവിടെ ഇട്ട ശേഷമോ അത് മുളച്ച് വരുമ്പോൾ പരിപാലനവും കൂടെ നടക്കുമ്പോഴാണ് ആ കൃഷിക്കാരൻ്റെ ആഗ്രഹം പൂവണിയുന്നത്, അല്ല സക്സസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ഇവിടെ ഭേദഗതിയിൽ വരുത്തേണ്ടത് വരുത്തണം. അല്ലാത്തടത്തോളം കാലം ഒരു നടപ്പിലാകൽ നടക്കില്ല, ഒരു ലോ ഓഫ് അട്രാക്ഷനും വർക്കൗട്ട് ആവില്ല. പലരും ആഗ്രഹിച്ചുകൊണ്ട് തന്നെ എല്ലാം സാധിക്കുന്നത് നടക്കുകയില്ല. ഇത് വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾ പരിപാലിക്കുമെങ്കിൽ ഉറപ്പാണ് നമ്മൾ നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളും സഫലമായിരിക്കും. അതിനുള്ള ഒരു പ്രിൻസിപ്പിൾ, ഒരു പ്രാക്ടീസ് അതാണ് ഞാനിപ്പോൾ നൽകിപ്പോരുന്നത്. അതിൽ ഒന്നാമത് വേണ്ടത് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. വാട്ട്, വെൻ, ഹൗ. ഈ പ്രിൻസിപ്പിൾ മറക്കരുത്. അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളതിന് വാട്ട് എന്നുള്ളതും വെൻ എന്നുള്ളതും നിങ്ങളിലുണ്ടായിരിക്കണം. എനിക്ക് എന്താണ് വേണ്ടത് എൻ്റെ ആഗ്രഹത്തിൽ, അത് ശക്തമായിരിക്കണം, വ്യക്തമായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ക്ലിയറും സ്പെസിഫിക്കും ലോജിക്കുമായിരിക്കണം. അങ്ങനെയുള്ള ഏതാഗ്രഹവും നിങ്ങൾ കയ്യിൽ വെച്ചോളൂ, മുറുകെ പിടിച്ചോളൂ. ലോജിക്കായിരിക്കണം കേട്ടോ. അത് ഏറ്റവും ഹൈറ്റ്സിലായിക്കോട്ടെ, കുഴപ്പമില്ല. ക്ലിയറും വ്യക്തവും ലോജിക്കാണ് ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് എത്ര സമയത്തിനുള്ളിൽ നേടണം നിങ്ങൾക്ക് വേണം എന്നുള്ള ഉറപ്പും ആഗ്രഹവും തീവ്രമാണെങ്കിൽ അത് നേടിത്തരുന്ന കാര്യം ഞാൻ ഏറ്റു. അതെങ്ങനെ വേണമെന്ന് നിങ്ങൾ എന്നോടൊപ്പം സഹകരിക്കുമെങ്കിൽ ഉറപ്പായിട്ടും അതിന് ആദ്യം വേണ്ട വാട്ടും വെന്നും നിങ്ങളിലുണ്ടെങ്കിൽ ഹൗ എന്ന സംഗതി അത് കൃത്യമായ രീതിയിൽ നിങ്ങളിൽ എന്ത് കുറവുണ്ടെന്ന് പറഞ്ഞാലും അതിനെയൊക്കെ ഒന്ന് കൾട്ടിവേറ്റ് ചെയ്തെടുത്ത് പുറത്തെടുത്ത് അവിടെ ആവശ്യമില്ലാത്തതിനൊക്കെ എടുത്ത് കളഞ്ഞ് പിന്നെ ഈ വിത്ത് പിടിപ്പിച്ചെടുക്കാൻ സഹായിക്കലാണ് ഞാൻ ചെയ്യുന്നത്. എന്നോടൊപ്പം സഹകരിക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ക്ലിയറാക്കാം. അതിന് ആദ്യം വേണ്ടത് ഈ വാട്ട് എന്താണ് നിങ്ങൾക്ക് വേണം. അത് നിങ്ങളുടെ പ്രൊഫഷനാകാം, അല്ലെങ്കിൽ ആരോഗ്യമാകാം, സമ്പത്താകാം, സമൃദ്ധിയാകാം, നല്ല ബന്ധങ്ങളാകാം, വട്ടവർ ഇറ്റ് ഈസ്, അതങ്ങ് ഫിക്സ് ചെയ്യുക. രണ്ടോ, എത്ര സമയത്തിനുള്ളിൽ ഞാനിത് നേടും. ഈ ടൈം ഫിക്സ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഉറപ്പിച്ച് വെച്ചിട്ടുള്ള വ്യക്തികൾ എന്നെ സമീപിച്ചോളൂ, സംഗതി ക്ലിയറാക്കാം. ഹൗ എന്നുള്ളത് കറക്റ്റാകും. അതിന് ആദ്യം നിങ്ങളുടെ ഗ്രൗണ്ട് ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിലും സമ്മതിക്കാത്ത ചില ഘടകങ്ങളുണ്ട്. അതിന് ആദ്യം നിങ്ങളുടെ ഒരു ഉള്ളിൽ കിടക്കുന്ന കനലിനെ കണ്ടെത്തണം. എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. എവരി പേഴ്സൺ ഈസ് യൂണിക് ഇൻ ദിസ് വേൾഡ്. ഒരാളെപ്പോലും മറ്റൊരാളുണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ചില പ്രത്യേക കഴിവുകളുണ്ട്, ഇത്ര നാൾ നിങ്ങൾ കണ്ടിട്ടില്ല, മറ്റുള്ളവരും കണ്ടിട്ടില്ല. എന്ത് ചെയ്യണം? അത് എവിടെയെന്ന് ചകഞ്ഞെടുക്കാൻ സാധിക്കുന്നു. കനലിനടിയിൽ, കനലിന് മുകളിൽ ഇങ്ങനെ ചാരം മൂടി കിടക്കുന്നുണ്ടല്ലേ, അത് ആ അകത്തെ കനൽ കാണുന്നില്ല. പുറത്ത് കുറേ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ നിങ്ങളുടെ സ്കില്ല് ഏതാണെന്ന് ആദ്യം കണ്ടെത്താൻ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡിലൂടെ അത് കണ്ടെത്തിയിരിക്കും. അതായത് നിങ്ങളുടെ ജനന സമയം കറക്റ്റായിട്ട് എപ്പോഴാണോ ചലിച്ചത്, ബീജവും ഒരു അണ്ടവും ചേരുമ്പോഴാണല്ലോ
ശരിക്കും നമ്മൾ എത്തുന്നത് സൈഗോട്ട്, ഭ്രൂണം. ഈ ഭ്രൂണം ചലിച്ച മൂവ്മെൻറ്റിൻ്റെ സറൗണ്ടിങ്സിലെത്തിയാൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ സ്കിൽ, നൈപുണത എവിടെ നിന്നറിയാൻ പറ്റും. അതാണ് നിങ്ങൾ അവിടെ എത്തുമ്പോഴേ ശോഭിക്കൂ, അവിടെ എത്തുമ്പോഴേ അഭിനിവേശം കിട്ടൂ, വിജയിക്കുകയുള്ളൂ. ഇത് പലതും ഉണ്ടാകും നിങ്ങൾക്ക് പലരിലും. ഇതാദ്യം ഐഡൻറ്റിഫൈ ചെയ്യും. അതിനുശേഷം എന്താ ചെയ്യുന്നറിയാം, പിന്നീട് നിങ്ങളുടെ ആ സ്കില്ലിലേക്ക് എത്താൻ വേണ്ട അതിന് പല മെത്തേഡുകളുണ്ട് കേട്ടോ. സയൻറ്റിഫിക്കായിട്ടും അല്ലാതെയും പ്രഡിക്ഷനിലൂടെയൊക്കെ കൃത്യമായി അത് നിങ്ങൾക്കും ബോധ്യപ്പെടും. ഇതെന്തായാലും തെളിവും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിലേക്ക് നിങ്ങൾ വരുമ്പം നിങ്ങൾക്ക് തന്നെ ഇത്രയും നാളത്തെ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഞാൻ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ് എന്ന് ബോധ്യപ്പെടും. പിന്നെ അതിൻ്റെ തുടർച്ച നോക്കിയാൽ മതിയല്ലോ. ആദ്യം റിയലൈസേഷൻ ആക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ബോധ്യപ്പെടുക, എങ്കിൽ മാത്രമേ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം ആ കൃത്യമായ ജനനസമയവും പിന്നെ നിങ്ങളുടെ സ്കില്ലും എങ്ങനെയെന്നുള്ളത് കൃത്യതയോടുകൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. പിന്നെ അവിടേക്ക് എത്താനായിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ജീവിതശൈലിയും കാരണം നടക്കുന്നില്ല. മറ്റൊന്നോ, ചില കാർമിക് അക്കൗണ്ടുകൾ കർമ്മദോഷം ആയിട്ട് കിടക്കുന്നത് അത് മൂടിയിട്ടുണ്ടെങ്കിൽ എത്ര സ്കില്ലുണ്ടെങ്കിലും എത്ര ശ്രമിച്ചാലും നടക്കില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം, അതിനെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. ആ ഉള്ളിൽ നിന്ന് തന്നെ ആ കണ്ടാമിനേഷൻസിനെയൊക്കെ ഒന്ന് മാറ്റി ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ പരിപാലനവും ആര് ചെയ്യണം, നിങ്ങൾ തന്നെ ചെയ്യണം. അത് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് പഠിപ്പിച്ച് നിങ്ങളോടൊപ്പം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണമെന്നറിയാമോ? നിങ്ങളുടെ ഇത്രയും നാൾ അടിഞ്ഞുകൂടിയുന്ന ഡെപ്പോസിറ്റ്, നമ്മുടെ ഈ ബുദ്ധിയെ ഹാക്ക് ചെയ്തിരിക്കുന്ന ആ നെഗറ്റീവായിട്ടുള്ള കാർമിക് എഫക്റ്റ്, അത് പ്രധാനമായിട്ടും 2-3 ഏരിയയിൽ നിന്ന് വരുന്നതാണ്. പ്രധാനമായിട്ട് ഒന്ന്, നമ്മൾ തന്നെ ഇത്രയും നാൾ അകത്തേക്ക് കൊടുത്ത ഇൻപുട്ടുണ്ട്. ആവശ്യമില്ലാത്ത ചിന്തകളും പ്രശ്നങ്ങളും വേവലാതികളും ആവലാതികളും മറ്റുള്ളവരാൽ ചിന്തിപ്പിക്കപ്പെട്ടതായിരിക്കും. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൃഷിയിടം അവിടെ ഡേർട്ടി ആയി കഴിഞ്ഞു. അവിടെ വിത്തിട്ടാൽ മുളയ്ക്കില്ല. അതിനെയാണ് ബാധിപ്പിച്ച ബാധ എന്ന് പറയും. നമ്മൾ തന്നെയാണ്, ഇതറിയില്ലായിരുന്നു. മറ്റൊന്ന് ജനിതകമായിട്ട് പകർന്നു വന്നതുകൊണ്ട്, ഹെറിഡിറ്ററി ആയിട്ട് ഉള്ളിൽ കിടക്കുന്നതുണ്ട്. 7 തലമുറ ബാക്കിലോട്ടുള്ള എഫക്റ്റും നമ്മളിലുണ്ട്. പിന്നോ സഞ്ചിതമായിട്ട് വന്നപ്പോഴേ കൊണ്ട് ഇതിൻ്റെ എല്ലാ എഫക്റ്റ് നമ്മളിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കില്ല. അതിനെയൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് എവിടേക്കാണ് അതിൻ്റെ ഗ്രാവിറ്റി കൂടുതലുള്ളത് അത് നിങ്ങൾക്കും ബോധ്യപ്പെടുത്തി അതിനെല്ലാം അവിടുന്ന് എലിമിനേറ്റ് കളയും. ഇനി വരാതിരിക്കാൻ നിങ്ങൾ തന്നെ തുടർന്നത് ചെയ്യുകയും വേണം. ഒരു 10-15 മിനിറ്റ് ഡെയിലി നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയറാണ്, മനസ്സ് സോഫ്റ്റ്വെയറാണ്. ഇപ്പോൾ ഹാർഡ്വെയറിനെ പറ്റി മാത്രമേ ഏകദേശം അറിയുള്ളൂ, പക്ഷേ സോഫ്റ്റ്വെയർ അറിയില്ല. സോഫ്റ്റ്വെയറിലുണ്ട് എന്ത് പ്രശ്നവും ഹാർഡ്വെയറെ ബാധിക്കും. എന്ന് വെച്ചാൽ ജീവിതമായിട്ട് ബന്ധപ്പെട്ട തലങ്ങളിൽ, ശരീരവുമായിട്ട് ബന്ധപ്പെട്ട തലങ്ങളിലും സോഫ്റ്റ്വെയർ ആകുന്ന ആ ഏരിയയിലെ കണ്ടാമിനേഷനും എനർജി ലോസുമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാതെ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, അതിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ കംപ്ലീറ്റ് ആവശ്യമില്ലാത്തതിൻ്റെ അടുത്ത് കളയുകയും വരാതിരിക്കാൻ ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ദെൻ എനർജൈസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഡെയിലി. എന്നിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ ഈ ജന്മത്തിൽ ഒറ്റ പ്രാവശ്യം നമുക്ക് ചാൻസ് കിട്ടിയിട്ടില്ല ഈ മനുഷ്യജന്മം അല്ലേ, ഈ ജന്മത്തിൽ തന്നെ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചതിനെല്ലാം കളയാനും ഇനി വരാതിരിക്കാനും ഒക്കെ ഈ ജീവിതത്തിൽ തന്നെ സക്സസ് ആയിട്ട് ജീവിക്കാനും സാധിക്കുക എന്നുള്ളതാണ്. ഇതിനുള്ള ഒരു പ്രൊസീജിയറാണ് ഞാനിപ്പോൾ നേരിട്ട് നൽകി വരുന്ന ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ്. അത് പേഴ്സണലായിട്ടും കസ്റ്റമൈസ്ഡ് പ്രോഗ്രാം പോലെ ഇൻഡിവിജ്വലായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഗ്രൂപ്പായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏതായാലും പല ഇങ്ങനെയുള്ള അറിവുകൾ അറിയാത്തത് കൊണ്ടാണ് പലരും ഒരുപാട് കഴിവുള്ളവർ, ആ സ്കില്ലുള്ളവർ കാണാതെ പോകുന്നു. കിട്ടിയിരിക്കുന്ന ഒരു ജീവിതം നരകതുല്യമായിട്ട് മറ്റാരെങ്കിലും സഹായിക്കും എന്ന് വിചാരിച്ചോ അല്ലെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വെച്ച് പല മിസ്ഗൈഡ് ചെയ്തിട്ട് നമ്മുടെ സമയവും ധനവും ഒക്കെ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങളുടെ റിസോഴ്സിനെ നിങ്ങൾ കണ്ടെത്താനുള്ള ഒരുപാട് മൊഡാലിറ്റി ഉള്ളതിൽ വളരെ എഫക്റ്റീവും വളരെ ശക്തവുമായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഈ പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ പല കാലങ്ങളായിട്ട് പല ട്രെയിനിങ്ങുകളും പല പരിപാടികളൊക്കെ ചെയ്തിട്ടും സാധിക്കാത്തതൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ഈ ഒരു സ്വയം റിജുവിനേഷനിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാതെ വരുന്നത് എന്നുള്ളത് ഇതിനകത്ത് സൂചന കിട്ടിയിട്ടുണ്ടാകും. ഇനി അതിനെ റെക്ടിഫൈ ചെയ്ത് എടുത്ത് കളഞ്ഞ് കറക്റ്റാക്കുമ്പോൾ മാത്രമേ നമ്മൾ എവിടെയും ഏത് വിധത്തിലുള്ള സക്സസ്സും വിജയവും ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നേടാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും അത് സാധിക്കും. സാമാന്യ ബുദ്ധിയുള്ള ഏവർക്കും സാധിക്കും. അതിന് വേണ്ട രീതിയിൽ നമ്മൾ വേണ്ട തയ്യാറെടുപ്പ് എടുക്കുക. നമ്മൾ ഇത്രയും നാൾ ശരീരത്തിന് വേണ്ടി പലതും ചെയ്തു, പക്ഷേ നമ്മുടെ ഉള്ള റിസോഴ്സിനെ പൊക്കിയെടുക്കാൻ പലതും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, അതായത് നമ്മുടെ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടാനുമുള്ള ഒരു സിദ്ധി നിങ്ങളുടെ ഉള്ളിലുള്ളത് എടുത്തു തരുന്ന ഒരു പ്രക്രിയയാണ് ഈ ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ്. സോ നിങ്ങൾക്കിതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയിക്കുന്നതായിരിക്കും. നേരിട്ട് കൊച്ചിയിലുള്ള സെൻറ്ററിൽ വന്ന് കാണാം, പ്രാക്ടീസ് ചെയ്യാം. ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ അനുഭവം കിട്ടിത്തുടങ്ങും എന്നുള്ളതാണ്. ഓക്കെ, ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.